ഹോരാശാസ്ത്രം പ്രഥമാധ്യായം രാശിഭേദ പ്രകരണം ആറാമത്തെ ശ്ലോകം. ക്ഷിതിജസിതജ്ഞചന്ദ്രരവിസൗമ്യസിതാവനിജാഃ സുരഗുരുസൗരിമന്ദഗുരവച്ചഗൃഹാംശകപാഃ അജമൃഗതൗലിചന്ദ്രഭവനാദിനവാംശകവിദിർ ഭവന സമാംശകാധിപതയ സ്വഗൃഹാത് ക്രമശഃ. അർത്ഥം: മേടം, വൃശ്ചികം ഈ രാശികളുടെയും അതുകളിൽ വരുന്ന നവാംശകം, ദ്വാദശാംശകം ഇതുകളുടെയും അധിപൻ കുജനും, എടവം, തുലാം ഇതുകളുടെയും അതുകളിലെ നവാംശകം, ദ്വാദശാംശകളുടെയും അധിപൻ ശുക്രനും, മിഥുനം, കന്നി ഇതുകളുടെ അധിപൻ ബുധനും, കർക്കിടകത്തിന്റെ അധിപൻ ചന്ദ്രനും, ചിങ്ങത്തിന്റെ ആദിത്യനും, ധനു, മീനം ഇതുകളുടെ വ്യാഴവും, മകരം, കുംഭം ഈ രാശികളുടെയും അതുകളിൽ വരുന്ന നവാംശകം, ദ്വാദശാംശകം ഇതുകളുടെ അധിപൻ ശനിയുമാകുന്നു. ഓരോ രാശിയെയും 9 ഭാഗിച്ചാൽ അതിലൊരംശത്തെ 3 തീയതിയും 20 ഇലിയുമായ നരാംഗത്തെ ആണ് നവാംശകം എന്ന് പറയുക. മേടം, ചിങ്ങം, ധനു ഈ 3 രാശികളുടെയും ആദ്യത്തെ നവാംശകം മേടത്തിലും രണ്ടാമത്തേത് ഇടവത്തിലും ഇങ്ങനെ ക്രമത്തിൽ ഒടുവിലത്തേതായ 9ാമത്തെ നവാംശകം ധനുവിലുമാകുന്നു. ഇടവം, കന്നി, മകരം ഈ 3ന്റെയും ആദ്യത്തെ നവാംശകം മകരത്തിലും രണ്ടാമത്തേത് കുംഭത്തിലും ഇങ്ങനെ ക്രമേണ ഒടുവിലത്തെ നവാംശകം കന്നിയിലും, മിഥുനം, തുലാം, കുംഭം ഇതുകളിലെ ആദ്യത്തെ നവാംശകം തുലാത്തിലും ക്രമത്തിൽ ഒടുവിലത്തേത് മിഥുനത്തിലും, കർക്കിടകം, വൃശ്ചികം, മീനങ്ങളിലെ ആദ്യത്തെ അംശകം കർക്കിടകത്തിലും ഒടുവിലത്തെ നവാംശകം മീനത്തിലുമാകുന്നു. ഓരോ രാശിയെയും 12 ഭാഗമാക്കിയതിൽ ഒരംശത്തെയാണ് ദ്വാദശാംശകം എന്ന് പറയുക. ഈ ദ്വാദശാംശകം അതാതു രാശിയിൽ നിന്ന് തുടങ്ങി അതിൻ്റെ 12ാം ഭാവത്തിൽ അവസാനിക്കുകയും ചെയ്യും. മേടത്തിൽ 1ാമത്തെ ദ്വാദശാംശകം മേടത്തിലും രണ്ടാമത്തേത് ഇടവത്തിലും, ഇടവത്തിൽ നിന്ന് തുടക്കവും മേടത്തിൽ അവസാനവും ആകുന്നു. ഗൃഹാംശകപാഃ എന്നതുകൊണ്ട് രാശ്യാംശകളിൽ വെച്ച് ഏതിനാണോ ബലം കൂടുക അതുകൊണ്ടാണ് ഫലം ചിന്തിപ്പിക്കേണ്ടതെന്നും അറിയാം. ബലയോഗാൽ ഫലമംശകർഷയോ എന്ന പ്രമാണവുമുണ്ട്. രാശി, അതിൻ്റെ അധിപൻ ഇതുകളിൽ വെച്ച് പ്രധാനമേറുക അധിപനാണെന്നും നവാംശകം ആദ്യം പറഞ്ഞതുകൊണ്ട്